ഇനി അടുത്ത വാചകം പറയണെന്നറിയുമോ? വെറും 4 എണ്ണം മാത്രമേ ചട്ടി ബിരിയാണി ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നാണ്. പിന്നെ തിരുപ്പൂര് പോയാണ് അത് മൂടാനുള്ള തുണി ഉണ്ടാക്കിയതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയ പോലെയുള്ളൊരു കഥ ഇവൻ പറയാൻ പോവുകയാണ്. പിന്നെ ഭാഗ്യത്തിന് അത് എല്ലാ വ്ളോഗിൽ അത്തരത്തിലുള്ളൊരു കഥ. പിന്നെ ചട്ടിക്ക് മാത്രം പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ, അപ്പോൾ ഈ ജിത്തു ജോസഫിൻ്റെ ഭാര്യ അവർ ചോദിക്കുന്നുണ്ട് ഈ ചട്ടി എനിക്ക് വേണം എന്ന് പറയുമ്പോൾ, ചട്ടി അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചട്ടി എല്ലാവർക്കും കൊടുക്കുമോ അതോ മറ്റേ ഇത് പ്ലാസ്റ്റിക്കിലായിരിക്കും കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാവർക്കും ചട്ടി തന്നെയാണ്. അപ്പോൾ ഇവൻ പറയുകയാണ് ഈ ചട്ടി പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ തന്നെ 200 രൂപ വരും. ഏത്? അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാർ ചോദിക്കേണ്ടത് ഇത് എങ്ങനെ മുതലാവുമെന്നാണ്. അപ്പോൾ ഇവൻ പറയുന്നത് മുതലാവില്ല, അതാണല്ലോ ഇതിൻ്റെ. മനസ്സിലായ ഷിബിലി? മനസ്സിലായ? മുതലാവില്ല. ഞാനും ഷിബിലിയും ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവൻ്റെ ചട്ടി ബിരിയാണി മേടിച്ച് 1600 രൂപക്ക് 4 പേർക്ക് കഴിക്കാവുന്ന ചട്ടി ബിരിയാണി മേടിച്ച് എന്ത് ചെയ്യണം? തിന്ന് നമ്മൾ നന്നായിരിക്കട്ടെ എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. ആരോടാണ് ഈ തള്ളുന്നത്?